السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാന്യരായ ഇസ്ലാഹി പണ്ഡിതന്മാരെ, പ്രവർത്തകരെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സുന്ദരമായ ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു പരിശ്രമം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവിശാലമായ ഭൗമോപരിതലത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ശാന്തിയും സമാധാനവും സ്വസ്ഥതയുമില്ലാത്ത ഒരവസ്ഥാവിശേഷമാണ് മിക്കയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ അതിശക്തമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടാൻ കാരണമായി തീരുന്ന ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക ജനത ലഹരിക്കഡിക്റ്റായി കൊണ്ടിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസ്സാരമായ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അതിക്രൂരമായ കൊലപാതകങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതമായി
യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. ഈ രൂപത്തിൽ സമൂഹം ധാർമ്മികമായി, ആത്മീയമായി, സാംസ്കാരികമായി അധപ്പതിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് നമ്മൾ സാക്ഷികളാകുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഈ നാട് ഇനി നന്നാവുകയില്ല, ഇനി പഴയൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുകയില്ല എന്ന് പലരും അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ ഒരു കാലഘട്ടം ചരിത്രത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടം എന്നാണ് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിന് പേര് നൽകിയിട്ടുള്ളത്. 3Ws വേണ്ടിയാണ് പ്രധാനമായും ആ ജനത ജീവിച്ചിരുന്നത് എന്നതാണ്. വാർ പ്ലസ് വുമൺ പ്ലസ് വൈൻ, മദ്യം, യുദ്ധം, പെണ്ണ്, ഈ 3 അജണ്ടകളാണ് അക്കാലഘട്ടത്തിലെ ജനതക്ക് ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നൂറുകണക്കിന് ആളുകൾ മരണപ്പെടാൻ കാരണമായി തീരുന്ന ശക്തമായ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ അക്കാലഘട്ടത്തിൽ നടന്നിരുന്നു. എല്ലാ തരത്തിലുള്ള നെറികേടുകളും സമ്മേളിച്ചിരുന്ന ആ ജനതയെ കേവലം 23 വർഷക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത സുന്ദരമായ മനോഹരമായ ഒരു ജനതയാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മാറ്റിയെടുത്തു. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിപ്ലവം സാധ്യമായത്? അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ കുറിച്ച് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, ലോകം കണ്ട ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവർക്ക് ശേഷം കടന്നു വന്ന തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഏറ്റവും മനോഹരമായ മാതൃകായോഗ്യമായ ഒരു സമൂഹമാക്കി ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാറ്റാൻ സാധിച്ചത്? കൃത്യമായി സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് അക്ഷരാഭ്യാസമില്ലാത്തൊരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം എന്താ? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ആ ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയാണ്. വയുസക്കീഹിം, എന്നിട്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും തത്വജ്ഞാനവും ആ ജനതയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് ആ ജനത വ്യക്തമായ കൃത്യമായ വഴികേടിലായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. വ്യക്തമായ വഴികേടിലായിരുന്ന, ളലാലത്തിലായിരുന്ന ആ ജനതയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചെടുക്കുകയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല തലമുറയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിക്കൊണ്ടുവരികയാണ്. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന് സാധ്യമായത്? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു, അള്ളാഹുവിന്റെ വചനങ്ങൾ ആ ജനങ്ങളെ കേൾപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യരെ നല്ല ഒരു തലമുറയായി, നല്ല ഒരു സമൂഹമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിയെടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയോട് പറഞ്ഞ കാര്യങ്ങളിൽ, ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും, തൗഹീദുമായി ബന്ധപ്പെട്ട വചനങ്ങൾ, അല്ലെങ്കിൽ മരണാനന്തര ജീവിത വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ മഹാഭൂരിഭാഗം ആയത്തുകളും എന്ന് കൃത്യമായി പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. ആ തൗഹീദ് കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഒരു സമൂഹത്തെ നന്നാക്കി തീർക്കാൻ സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ
മഹാഭൂരിഭാഗം ആയത്തുകളും ഈ ആശയത്തെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ആശയം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ സന്ദേശം ജനങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ അവരിൽ ധാർമ്മികത ഉണ്ടാകുകയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല തലമുറയായി ആ ജനത മാറുകയാണ്. അതുകൊണ്ട് സമൂഹം നന്നാവണമെങ്കിൽ, സമൂഹത്തെ നന്നാക്കി തീർക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധ്യമായി തീരണം. ആരാണ് റബ്ബ്, ആരാണ് സൃഷ്ടാവ്, ആരാണ് അള്ളാഹ് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ, സമൂഹത്തിലേക്ക് എത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുകയാണ്, ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് മിർസ്വാദിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മുഴുവൻ മനുഷ്യരുടെയും ചലനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ സ്വകാര്യതകൾ വരെ, നമ്മുടെ വികാര വിചാരങ്ങൾ വരെ കൃത്യമായി അറിയുന്നവനാണ്, മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നവനാണ് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു. ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുകയാണ്, യഅലമു ഖായിനത്തൽ അയുനി. കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ പോലും അവൻ അറിയുന്നു. വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ സ്വകാര്യതകൾ വരെ കൃത്യമായി അറിയുന്നവനാണ് റബ്ബ്. സൂറത്തു ഖാഫിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ. തീർച്ചയായും നാമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. മനുഷ്യന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വരെ നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അവന്റെ ജീവനാഡിയേക്കാൾ, അവന്റെ കണ്ഠനാഡിയേക്കാൾ അവനുമായി ഞാൻ ചേർന്നു നിൽക്കുന്നവനാണ്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവനാഡിയേക്കാൾ, നമ്മുടെ കണ്ഠനാഡിയേക്കാൾ നമ്മളുമായി അടുത്ത് നിൽക്കുന്ന, നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളിൽ നാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ രഹസ്യങ്ങൾ വരെ ആരോടും പങ്കുവെക്കാതെ നമ്മൾ രഹസ്യമാക്കി വെച്ച രഹസ്യങ്ങൾ വരെ കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. എന്നാൽ അള്ളാഹു ബസ്വീറാണ്, അള്ളാഹു അലീമാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹ്, എല്ലാം കാണുന്നവനാണ് അള്ളാഹ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അള്ളാഹ്. എന്നാൽ എത്രയോ ആളുകൾ അല്ലാഹുവല്ലാത്ത പല ശക്തികൾക്കും അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുവാനും, റബ്ബിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ ചില പടപ്പുകൾക്ക്, സൃഷ്ടികൾക്ക് കഴിയും എന്ന അബദ്ധവിശ്വാസം പേറി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അത് തൗഹീദിന് വിരുദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തിന് എതിരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. മരണപ്പെട്ടു പോയ ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാർ, അവർക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കഴിയില്ല. എന്തിനെയെല്ലാമാണ് ആളുകൾ ആരാധിക്കുന്നത്? മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ ആരാധ്യന്മാരായി സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കല്ലുകൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കിയും രൂപങ്ങൾ ഉണ്ടാക്കാതെയുമൊക്കെ ചില ശക്തികളെ ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളെ ആരാധിക്കുന്ന ആളുകൾ, പാമ്പുകളെ ആരാധിക്കുന്ന ആളുകൾ, കുരങ്ങന്മാരെ വരെ ദൈവമായി കാണുന്ന ആളുകളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ മരിച്ചുപോയവരെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും അത്തരത്തിലുള്ള അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെ ആളുകൾ സ്വീകരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച, ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമ്മെ അറിയിക്കുകയാണ്, അങ്ങനെയുള്ള അല്ലാഹുവല്ലാത്തവരോട് നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് കേൾക്കാൻ കഴിയില്ല.
ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായി കൃത്യമായി 35-ാം അധ്യായം സൂറ ഫാത്തിറിന്റെ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ തദഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇനി ചെറിയ ഒരു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് മരിച്ചുപോയ ആളുകൾ, ഖബറിലായ ആളുകൾ, അവരെ കേൾപ്പിക്കാൻ കഴിയില്ല, അവർക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 35-ാം അധ്യായം സൂറ ഫാത്തിറിന്റെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ, കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെയല്ല. വലൽദുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും ഒരുപോലെയല്ല. വലൽദില്ലു വലൽ ഹറൂർ, തണലും വെയിലും ഒരുപോലെയല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വമാ യസ്തവിൽ അഹ്യാഉ വൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകളെ കേൾപ്പിക്കുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറാളികളെ കേൾപ്പിക്കാൻ, ഖബറിലായ ആളുകളെ കേൾപ്പിക്കാൻ പ്രവാചകരെ താങ്കളെ കൊണ്ട് കഴിയില്ല. സൂറത്തുൻ നംലിന്റെ 80-ാം വചനത്തിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, തീർച്ചയായും പ്രവാചകരെ മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കളെ കൊണ്ട് കഴിയില്ല, മരണപ്പെട്ടു പോയവരെ കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല എന്നും ഖബറാളികളെ വിളി കേൾപ്പിക്കാൻ കഴിയില്ല എന്നും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അറിയിക്കുകയാണ്. ഹബീബായ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ പ്രവാചകരെ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയാത്ത കാര്യം പിന്നെ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മരണപ്പെട്ടു പോയ ആളുകൾ കേൾക്കും എന്ന വിശ്വാസം അബദ്ധവിശ്വാസമാണ്, അന്ധവിശ്വാസമാണ്, അത് ശിർക്കിലേക്ക് എത്തുന്ന വിശ്വാസമാണ് എന്നാണ് കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ നാടുകളിൽ വ്യാപകമായി ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മഹാന്മാരായ ആളുകൾക്ക് കേൾക്കാൻ കഴിയും, കാണാൻ കഴിയും, നമ്മെ സഹായിക്കാൻ കഴിയും, നമുക്ക് രോഗശമനം നൽകാൻ കഴിയും എന്നൊക്കെയുള്ള അബദ്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ബോധപൂർവം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ വിശ്വാസം സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഖുർആനിനും സുന്നത്തിനും എതിരായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മാലപ്പാട്ടുകളും പക്ഷിപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും ഒക്കെ സമൂഹത്തിൽ അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ നാടുകളിൽ ഏറെ പ്രചാരത്തിലുള്ള ഒരു മാലയാണ് മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. മുഹീദ്ദീൻ മാലയിൽ ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ ആശയങ്ങളാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിലെ വരികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യമാകും. അതിലൊരു വരി ഇങ്ങനെയാണ്, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാൻ എന്നോവർ. അള്ളാന്റെ ദുനിയാവിൽ നിന്ന് ആരെന്നെ വിളിച്ചാലും,
അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും എന്നാണ് മുഹയ്യുദ്ദീൻ മാലയിൽ മുഹയ്യുദ്ദീൻ ശൈഖിനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളത്, എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മുഹയ്യുദ്ദീൻ ശൈഖ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് പച്ചക്കള്ളമാണ് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹയ്യുദ്ദീൻ ശൈഖ് റഹിമഹുള്ളയുടെ ഖബറിടമുള്ളത് ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിലാണ്. ഇവിടെ നിന്ന് ഇറാഖിലേക്കാണ് വിളിക്കുന്നത്. ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ ശൈഖ് അവറുകളോട് നമ്മുടെ നാടുകളിൽ നിന്ന് ആളുകൾ വിളിക്കുകയാണ്. വ്യാപകമായി പണ്ട് നമ്മൾ കണ്ടിരുന്നു, എല്ലാ മുക്കുമൂലകളിലും ലൈറ്റുകളെല്ലാം അണച്ച് 1000 തവണ മുഹയ്യുദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ നമ്മൾ കേട്ടിരുന്നു, നമ്മൾ കണ്ടിരുന്നു. യാ ശൈഖ് മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ശൈഖ് അവറുകളെ 1000 തവണ വിളിക്കുകയാണ്. എന്താണ് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുന്നത്, ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? 1000 തവണ ആത്മാർത്ഥമായി നിങ്ങൾ ശൈഖ് അവറുകൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചിടത്തേക്ക് ശൈഖ് അവറുകൾ എത്തും, അദ്ദേഹം ഹാലിറാകും, നമ്മുടെ മുറാദുകളെല്ലാം ഹാസുലാകും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോ എന്ന് ആളുകളോട് ആഹ്വാനം ചെയ്ത് പണ്ഡിത വേഷധാരികളായ ആളുകൾ, സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല ബദരീങ്ങളുടെ ആണ്ടിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റമളാനിന്റെ 17ന്റെ അന്ന് പല പള്ളി മിനാരങ്ങളിലൂടെയും നമ്മൾ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ബെയ്ത്തുണ്ട്. ബദർമാല ആളുകൾ ആലപിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും. 221 വക മൗലിദ് കിതാബിന്റെ പേജ് നമ്പർ 79 നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്റ ശുഹദാ. നിനക്ക് വല്ല ആപത്തുകളും മനക്ലേശങ്ങളും വന്നു കഴിഞ്ഞാൽ സഹായം തേടിക്കൊണ്ട് നീ വിളിച്ചോ. ആരെ വിളിക്കാനാണ് ബദർമാല ആലപിക്കുന്നവൻ ആഹ്വാനം ചെയ്യുന്നത്? യാ അഹ്ല ബദ്റ ശുഹദാ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ അഥവാ ബദീങ്ങളെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ. ഖുർആൻ പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഖുർആൻ പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നാൽ ബദർമാല ആലപിക്കുന്നവൻ പള്ളി മിനാരങ്ങളിലൂടെ പോലും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, നിങ്ങൾ രോഗികളാണോ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, സഹായം തേടിക്കൊണ്ട് ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചോ, ബദരീങ്ങളെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് അള്ളാഹുവിനോട് മാത്രം തേടാൻ. എന്നാൽ ബദറുമാല ആലപിക്കുന്നവൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ ബദരീങ്ങളെ എന്ന് വിളിച്ചോളൂ എന്നാണ്. ഇങ്ങനെയുള്ള വാറോലയുടെ അടിസ്ഥാനത്തിലാണ് ബദരീങ്ങളെ കാക്കണേ എന്ന വിളി നമ്മുടെ നാടുകളിൽ ഏറെ പ്രചരിച്ചത്. ബോധപൂർവം ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ പ്രചരിപ്പിച്ച ഇത്തരത്തിലുള്ള വാറോലകളെയാണ് പലരും ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പുണ്യം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 5 നേരം നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 17 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്യിപ്പിക്കുന്നത്. എന്താണ് കരാർ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്ന് നമ്മളെ കൊണ്ട് 17 തവണ വാജിബായും നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ്. ആ പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ നിലപാടല്ലേ ഈ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? നമസ്കരിക്കുന്ന നേരം അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തൂ. എന്നിട്ട് ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തൊന്ന് കാല് വഴുതി വീഴാൻ പോയാൽ ബദരീങ്ങളെ കാക്കണേ, മുഹയ്യുദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന അല്ലാഹുവല്ലാത്ത ഔലിയാക്കന്മാരോട്, ശൈഖന്മാരോട്, തങ്ങന്മാരോട്, ഹോജമാരോട് തേടുന്ന ദയനീയമായ രംഗമാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ആളുകൾ ഏറെ ഭക്തിയോടെ പാരായണം ചെയ്യുന്ന മൗലിദാണ് മങ്കുസ് മൗലിദ് എന്ന് പറയുന്നത്. ആ മൗലിദിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഖുർആൻ പഠിപ്പിച്ച ചരിത്ര സത്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ്. അതുപോലെ തന്നെ ഖുർആനിലൂടെ ആയിരക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തിന്
വിരുദ്ധമായ ആശയങ്ങളാണ് മങ്കൂസ് മൗലിദിലെ വരികളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ വലിയ ആവേശത്തോടെ ഭക്തിയോടെ മനോഹരമായി ആലപിക്കുന്ന മങ്കൂസ് മൗലിദ്, അതിലെ വരികൾ പരിശോധിച്ചാൽ അതിന്റെ അപകടം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവൻ പാടുകയാണ്, ഇർതകബതു അലൽ ഖത്വ വൈറ ഹസ്രിൻ വഅദദ ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റ് എന്ന വാഹനത്തിന്റെ പുറത്ത് ഞാൻ കയറി. എന്താണ് തെറ്റിന്റെ അവസ്ഥ? എണ്ണിയാൽ തീരുകയില്ല, അത്രമേൽ തിന്മകൾ, അത്രമേൽ തെറ്റുകൾ ഞാൻ ചെയ്തു പോയി. ഇനി ആ തെറ്റുകൾ പുറത്തു കിട്ടാൻ ആരോടാണ് തേടുന്നത്? ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ആരോടാണ് തേടുന്നത്? സയ്യിദി ഖൈറൻ നബി, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായവരെ, അങ്ങയോടിതാ ഞാൻ ആ തെറ്റിന്റെ വിഷയത്തിൽ ആവലാതി ബോധിപ്പിക്കുന്നു. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ? അള്ളാഹിന്റെ ചോദ്യമാണ്. സൂറ ആലു ഇമ്രാൻ 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിന്റെ 135-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ? മറ്റൊരു ഭാഗത്ത് അള്ളാഹു ആവശ്യപ്പെടുകയാണ്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. തീർച്ചയായും എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു തയ്യാറാണ്. നമ്മൾ തയ്യാറാവേണ്ടത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനാണ്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ അല്ലാഹു ആവശ്യപ്പെടുമ്പോൾ മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവൻ നിങ്ങൾ പ്രവാചകനോട് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി തേടിക്കോളൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്കുനേരെ പാപമോചന തേട്ടം നടത്തുകയാണ്. അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടി മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവൻ നബിയോട് തേടുകയാണ്, അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വഹ്ലനാ ഇൻ ളായാ സയ്യിദി ഖൈറൻ നബി അശ്ശഫാഅത ഹബ്ലനാ, പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കണം. എന്നാണ് ശഫാഅത്ത് വേണ്ടത്? ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ, ഭയാനകരമായ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കണം. വഹ്ലനാ ഇൻ ളായാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകരിൽ ശ്രേഷ്ഠരായവരെ, അത് ഞങ്ങൾക്ക് നഷ്ടമായാൽ ഞങ്ങൾ വലിയ അപകടത്തിലാകും. മങ്കൂസ് മൗലിദ് ആലപിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശഫാഅത്തിനെ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോട് നേർക്ക് നേരെ ശഫാഅത്ത് നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വരികളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും വെച്ച് പരിശോധിക്കുമ്പോൾ ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങൾക്ക്, ആദർശങ്ങൾക്ക് നേർ വിപരീതമാണ് ഇവ എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിതരായ ആളുകൾ, ആ ജനത അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ് എന്നാണ് അവർ മറുപടി പറഞ്ഞിരുന്നത്. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത്? ആരാണ് നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ, അബൂജഹലും കൂട്ടരും പറഞ്ഞിരുന്ന മറുപടി അല്ലാ 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 എന്ന മറുപടി മാത്രമാണ് നൽകിയിരുന്നത്. അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത്, അള്ളാഹുവാണ് ഞങ്ങൾക്ക് കടിക്കാനുള്ള ഭക്ഷണം തരുന്നത്, അള്ളാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ കൃത്യമായി എല്ലാ ചോദ്യങ്ങൾക്കും അള്ളാഹുവാണ്
എന്ന മറുപടിയാണ് അവർ നൽകിയിരുന്നത്. പിന്നെന്തുകൊണ്ടാണ് അവർ മുശ്രിക്കുകളാണ് എന്ന് പറയാനുള്ള കാരണം? ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ ഭൂമിയുടെ ഒരു മൂലയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും ഇവിടെ വെച്ച് നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരാളും ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല റബ്ബേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. നിന്നോട് പ്രാർത്ഥിക്കുന്ന ആരും ഉണ്ടാകുകയില്ല എന്നല്ല, നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരാളും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് റബ്ബേ, നിനക്ക് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്നോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു സംഘത്തെ അല്ലാഹുവേ നീ സഹായിക്കണമേ, നീ വിജയിപ്പിക്കണമേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. എന്നാൽ ഈ സംഘത്തെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട അബൂജഹലും കൂട്ടരും, അതാ ആ മുശ്രിക്കുകളുടെ ലീഡറായ നേതാവായ അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രവാചകനെയും സ്വഹാബത്തിനെയും കൊലപ്പെടുത്തുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ നടത്തിയ പ്രാർത്ഥന പ്രസിദ്ധനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും വകവരുത്താൻ വേണ്ടി ആയുധങ്ങൾ തയ്യാറാക്കി, വമ്പിച്ച ഒരു സൈന്യത്തെ തയ്യാറാക്കി അബൂജഹലും കൂട്ടരും യാത്ര തുടങ്ങുമ്പോൾ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് മുശ്രിക്കുകളുടെ ലീഡറായ നേതാവായ അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മൻസുർ അലൽ ജുന്ദൈൻ, അല്ലാഹുവേ, ഏറ്റുമുട്ടാനിരിക്കുന്ന ഈ രണ്ട് സൈന്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ സൈന്യത്തെ അല്ലാഹുവേ നീ സഹായിക്കണമേ. വഅക്രിമുൽ ഫിയതൈൻ, ഏറ്റുമുട്ടാനിരിക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും ആദരണീയമായ വിഭാഗത്തെ അല്ലാഹുവേ നീ സഹായിക്കണമേ. വഖൈറുൽ ഖബീലതൈൻ, ഈ രണ്ട് വിഭാഗങ്ങളിൽ, ഈ രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും ഉന്നതമായ വിഭാഗത്തെ അല്ലാഹുമ്മൻസുർ, അല്ലാഹുവേ നീ സഹായിക്കണമേ. ആരുടെ പ്രാർത്ഥന അത്? അബൂജഹലിന്റെ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചാണ് അബൂജഹൽ പ്രാർത്ഥിച്ചത്. പിന്നെ എന്തുകൊണ്ടാ ഇവർ ശാശ്വത നരകാവകാശികളാണ്, ഇവർ മുശ്രിക്കുകളാണ് എന്ന് കൃത്യമായി ഖുർആൻ പറയാനുള്ള കാരണം എന്താണ്? അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോടും അവർ പ്രാർത്ഥിച്ചു. അവിടെ രൂപങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥിച്ചു, രൂപങ്ങളില്ലാതെയും പ്രാർത്ഥിച്ചു. രൂപങ്ങൾ ഉണ്ടാക്കി അതിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കും. അവരുടെ വീടുകൾ വെച്ചും ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയിട്ടുള്ള മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് അവർ തേടി. മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയോടും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പ്രാർത്ഥിച്ചു. കഅബക്കകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും രൂപങ്ങൾ ഉണ്ടാക്കി, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി സ്ഥാപിച്ചു. അങ്ങനെ പ്രവാചകന്മാരടക്കമുള്ള അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ഒക്കെ അവർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പുറമെ ഇങ്ങനെയുള്ള വ്യക്തികളോടും ശക്തികളോടും അവർ പ്രാർത്ഥന നിർവഹിച്ചത് കൊണ്ടാണ് അവർ ശാശ്വത നരകാവകാശികളാണ് എന്ന് കൃത്യമായി ഖുർആൻ പറയാനുള്ള കാരണം. ഇനി മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട്, എന്തിനാണ് നിങ്ങൾ ഈ പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ രൂപങ്ങൾ ഉണ്ടാക്കി അവയോട് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിരന്തരമായി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന 3 ന്യായീകരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് 3 തെറ്റായ ന്യായങ്ങളായിട്ടാണ്, പിഴച്ച വാദങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒന്നാമത്തെ ന്യായീകരണം കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 10-ാം അധ്യായം സൂറത്തു യൂനുസിന്റെ 18-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. അബൂജഹലും കൂട്ടരും പറയുകയാണ്, വയഖൂലൂന ഹാഉലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ ആരോടാണോ തേടുന്നത് അവർ നാളെ പരലോകത്ത് അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും. ഹാഉലായി ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി അവർ ശഫാഅത്ത് നടത്തും എന്നാണ് ഔലിയാക്കന്മാരോട്, മരിച്ചുപോയ അമ്പിയാക്കന്മാരോട്, തേടിക്കൊണ്ടിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് എന്തിനീ പണി നിങ്ങൾ ചെയ്യുന്നു? എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത, യാതൊരു ഫലവുമില്ലാത്ത ഈ പ്രവർത്തനം എന്തിനു നിങ്ങൾ ചെയ്യുന്നു എന്ന് പ്രവാചകരും സ്വഹാബത്തും നിരന്തരമായി ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു മറുപടി ഇതാണ്: ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് നടത്തും എന്നാണ് ഒരു മറുപടി. ഇനി രണ്ടാമത്തെ ന്യായം എന്താ?
രണ്ടാമത്തെ മറുപടി എന്താ? 43-ാം അധ്യായം സൂറ സുഹ്റൂഫിന്റെ 22-ാം വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഇന്നാ വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ, ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ജനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങനെയുള്ള മക്കുബറകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന ശൈഖിനോട് ആളുകൾ തേടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇക്കാലഘട്ടത്തിലെ ആളുകളും ഇത് തന്നെയാണ് മറുപടി പറയാറുള്ളത്. എന്തിനാ നിങ്ങൾ കബറാളികളോട് തേടുന്നത്? എന്തിനാ നിങ്ങൾ മരിച്ച മഹാന്മാരായ ആളുകളെ മറവ് ചെയ്ത ഇടങ്ങളിൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജൂദുകളും റുക്കൂകളും നിർവഹിച്ചുകൊണ്ട് എന്തിനാ നിങ്ങൾ അവരോട് തേടുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കും പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. ഞങ്ങളുടെ കാരണവന്മാർ ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇവർ പരലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുങ്കുസ് മൗലിദ് ആലപിക്കുന്നവൻ ശഫാഅത്ത് ചോദിക്കുന്നത് ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ജാരങ്ങളിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ശൈഖന്മാരോട്, തങ്ങന്മാരോട്, ഹോജമാരോട് ആളുകൾ തേടുന്നത് അവർ അള്ളാഹുവിനടുക്കൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെയാണ് മരിച്ചുപോയ കബറാളികളായ ആളുകളോട് ആളുകൾ തേടുന്നത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളുടെ മൂന്നാമത്തെ ന്യായീകരണം ഔലിയാക്കന്മാരോട്, ശൈഖന്മാരോട് അവർ തേടാൻ അവർ പറഞ്ഞിരുന്ന മൂന്നാമത്തെ ന്യായീകരണം 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഖുർആനിന്റെ പ്രയോഗം ശ്രദ്ധേയമാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിച്ച ആളുകൾ, മാ നഅബുദുഹും, അവരുടെ വാദം എന്തായിരുന്നു? മാ നഅബുദുഹും, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ ആ ഔലിയാക്കന്മാരോട് തേടുന്നില്ല, എന്തിനല്ലാതെ ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാനല്ലാതെ ഞങ്ങൾ അവരോട് തേടുന്നില്ല. അപ്പൊ എന്തിനാ നിങ്ങൾ ഔലിയാക്കന്മാരോട് തേടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്ന മറുപടി, മാ നഅബുദുഹും, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല, എന്തിനല്ലാതെ ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. ഇനി ശൈഖന്മാരോട്, കബറാളികളോട് തേടുന്ന ഇക്കാലഘട്ടത്തിലെ മുസ്ലിം നാമധാരികളായ ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, എന്തിനാ നിങ്ങൾ ഈ ശൈഖന്മാരോട് തേടുന്നത്? ഇവരോട് തേടിയാൽ ഇവരിലൂടെ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുമെന്നാണ്. ഇതാണ് ഞങ്ങൾ കാരണവന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. പണ്ടുകാലം മുതലേ ഇങ്ങനെയാണ്, നിങ്ങൾ പുത്തൻവാദികളാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ കുറിച്ച് ആളുകൾ പറയാറുള്ളത്. ഖബർ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഖബർ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനെതിരെ ശബ്ദിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുന്ന മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ച് പറയാറുള്ളത് നിങ്ങൾ പുത്തൻവാദികളാണ് എന്നാണ്. അല്ല പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വന്തമായ ഒരു ആശയം പറയാനില്ല. എന്താണോ അള്ള പറഞ്ഞത് അതാണ് പറഞ്ഞു തരുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്, ഇത് മാത്രമാണ് പറയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ സ്വർഗ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് കൈമാറിയ ശ്രദ്ധേയമായ ഒരു വസിയ്യത്ത്, തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് കിതാബല്ലാഹ്. ഒന്നാമതായി പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വസുന്നത നബിയിഹി, പ്രവാചകന്റെ ചര്യയുമാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ സ്വർഗ്ഗ വഴിയിൽ നിന്നും സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും വ്യതിചലിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് തരികയാണ്. അത് മുറുകെ പിടിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വസിയ്യത്ത് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഖുർആനിൽ നിന്നും അകന്നാൽ, സുന്നത്തിൽ നകന്നാൽ, വാറോലുകൾക്ക് പുറകെ നടന്നാൽ നരകത്തിന്റെ വഴിയിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക എന്ന തിരിച്ചറിവുണ്ടാകണം. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 117-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്, അള്ളാഹുവിന് പുറമെ മറ്റു ഇലാഹുകളോട് വിളിച്ചു തേടുന്ന ആളുകൾ,
ലാ ബുർഹാന ലഹു ബിഹ്. അവരുടെ ആ വാദത്തിന്, അവരുടെ ആ പ്രവർത്തനത്തിന് അവർക്ക് സത്യത്തിൽ തെളിവില്ല, ബുർഹാനില്ല, തെളിവില്ല. മാത്രമല്ല ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, തീർച്ചയായും അവരുടെ വിചാരണ അള്ളാന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, സത്യനിഷേധികളായ ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല. ആരെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിന് പുറമെ മറ്റു പല വ്യക്തികളെയും ശക്തികളെയും ആരാധ്യന്മാരായി സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയാണ് അവർക്ക് സത്യത്തിൽ തെളിവില്ല എന്ന്. അവിടെ വാദത്തിന് യഥാർത്ഥത്തിൽ തെളിവില്ല എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 60-ലധികം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാർ പ്രാർത്ഥിച്ച, സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട 60-ലധികം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്തിനാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയത്? നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള പല പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അമ്പിയാക്കന്മാർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ പരീക്ഷണ ഘട്ടങ്ങളിൽ അവർ റബ്ബിനോട് മാത്രമാണ് തേടിയത് എന്ന യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ ബോധ്യപ്പെടുത്താൻ, അതിനാണ് മാനവ സമൂഹത്തിന് വഴികാട്ടിയായി, ജീവിതരേഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ പരീക്ഷണങ്ങളും ആ പരീക്ഷണ ഘട്ടങ്ങളിൽ അവർ റബ്ബിനോട് തേടിയതും ആ തേടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയ രംഗങ്ങളും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് അതേ നിലപാടുകൾ നമ്മളും സ്വീകരിക്കാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, സന്താന സൗഭാഗ്യമില്ലാതെ ദീർഘകാലം പരീക്ഷിക്കപ്പെട്ട 2 പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, അവരുടെ ആ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ അവർ നടത്തിയ പ്രാർത്ഥനയും അവർക്ക് അല്ലാഹു നൽകിയ ഇജാബത്തും ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്നാണ്. ഇബ്രാഹിം പ്രവാചകനെ അല്ലാഹു ആത്മമിത്രമായി, ഏറ്റവും അടുത്ത ചങ്ങാതിയായി അല്ലാഹു സെലക്ട് ചെയ്തിരിക്കുന്നു എന്നതാണ്. അല്ലാഹുവിന്റെ ആത്മമിത്രമായ, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മക്കളെ നൽകാതെ അല്ലാഹു ദീർഘകാലം പരീക്ഷിക്കുകയാണ്. പക്ഷെ ആ പരീക്ഷണ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാണ് തേടിയത്, എന്താണ് തേടിയത് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 37-ാം അധ്യായം സൂറത്തു സ്വാഫാത്തിന്റെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്ന് അല്ലാഹു നമ്മെ അറിയിക്കുകയാണ്. റബ്ബേ, എന്റെ രക്ഷിതാവേ, എനിക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. നിരന്തരമായി പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് തേടിയപ്പോൾ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമുസ്സലാത്തു വസ്സലാം 2 പ്രവാചകന്മാരായ മക്കളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സമ്മാനിച്ചത്. മഹാനായ പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനാണ്. വഹി ഇങ്ങനെ റബ്ബിങ്കിൽ നിന്നും വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രവാചകന് പ്രായമേറെയായി, വയസ്സനായി, കുടുംബജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. പക്ഷേ മക്കളില്ല. വലിയ വിഷമത്തിലായി, സങ്കടത്തിലായി. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സങ്കടങ്ങൾ, തന്റെ വിഷമങ്ങൾ റബ്ബുമായി പങ്കുവെക്കുകയാണ്. ആ പങ്കുവെച്ച രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയും വിശ്വാസികൾ, ഖിയാമത്ത് നാൾ വരെയുമുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശന ഗ്രന്ഥമായി അവതരിപ്പിച്ച വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ ആ പ്രവാചകൻ തന്റെ റബ്ബുമായി പങ്കുവെക്കുന്ന, തന്റെ റബ്ബിനോട് പറയുന്ന തന്റെ സങ്കടങ്ങൾ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തരികയാണ്. 19-ാം അധ്യായം സൂറ മറിയമിന്റെ ആദ്യ ഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്നു, റബ്ബി ഇന്നി വഹനൽ അദമു മിന്നി, റബ്ബേ എന്റെ എല്ലുകളെല്ലാം ദുർബലമായി, വസ്തഗല റഅസു ശൈബാ, മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇണയെ കുറിച്ച് പറയുകയാണ്. വകാനത് ഇംറഅതി അകിറാ, അല്ലാഹുവേ എന്റെ ഭാര്യ ആക്കിറയാണ്, പ്രസവിക്കാത്ത അസുഖമുള്ള സ്ത്രീയാണ് എന്റെ ഭാര്യ. വന്ന് ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല. ഇപ്പൊ 2 പേർക്കും പ്രായമേറെ ആയിട്ടുണ്ട്, മുടിയെല്ലാം നരച്ചു തിളങ്ങി, എല്ലുകൾക്കെല്ലാം ഫലം കുറഞ്ഞു പോയി. പക്ഷേ ഇങ്ങനെയാണ് എന്റെയും എന്റെ ഭാര്യയുടെയും അവസ്ഥയെങ്കിലും അല്ലാഹുവേ ഇന്നേ വരെ നിന്നോട് ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ ഇന്നേ വരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഇതാണ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്നത്.
വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. മക്കളില്ല എന്നത് ഒരു വലിയ വിഷമം തന്നെയാണ്. പക്ഷെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം വിഷമങ്ങളും തന്റെ സങ്കടങ്ങളൊക്കെ റബ്ബിനോട് സ്വകാര്യമായി പങ്കുവെച്ച് അവസാനം പറഞ്ഞ വാചകം എന്താണ്? വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ്യാ. അല്ലാഹുവേ, ഇന്നേ വരെ നിന്നോട് തേടിയിട്ട് നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. എന്തുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തികച്ചും പ്രതികൂലമായ ആ സാഹചര്യത്തിൽ വയോവൃദ്ധനായ വൃദ്ധ ദമ്പതികളായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇണക്കും അള്ളാഹു ഒരു കുഞ്ഞിനെ സമ്മാനിക്കുകയാണ്. അള്ളാഹു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ സക്കരിയാ, ഹോ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഉലാം. നിനക്കിതാ ഒരു ആൺകുട്ടിയെ കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്മുഹു യഹ്യ. ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പ്രായാധിക്യത്താൽ അങ്ങേയറ്റത്തേക്ക് എത്തിയ സമയത്താണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇണക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്നത്. എന്തിനാണ് ഈ രണ്ട് ചരിത്രങ്ങൾ, രണ്ട് പ്രവാചകന്മാരുടെ പരീക്ഷണങ്ങൾ? ആ പരീക്ഷണ ഘട്ടങ്ങളിൽ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അവർ റബ്ബിനോട് തേടിയതും അവർക്ക് അല്ലാഹു ഇജാബത്ത് നൽകിയതും എന്തിനാ ഖുർആൻ പഠിപ്പിക്കുന്നത്? കല്യാണം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, മക്കളില്ല, പ്രതീക്ഷ വറ്റാതെ പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ റബ്ബിനോട് മാത്രം തേടിയാൽ അതിന് പരിഹാരമുണ്ടാകും എന്ന് നമ്മെ പഠിപ്പിക്കാനാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞു, മക്കളാകുന്നില്ല, ആളുകൾ ഏതെങ്കിലും ജാറങ്ങളിലേക്ക് പോകും, അവിടെ പോയിട്ട് പരിഹാരമാകുന്നില്ല, തൊട്ടടുത്ത ജാറങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ പള്ളികൾ നോക്കുമ്പോൾ ഓരോ പള്ളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് ജാറങ്ങൾ, മക്കുബറകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട വരുമാന മാർഗമായി നമുക്കത് കാണാൻ കഴിയും. ഇപ്പൊ നാട്ടുകളില് എത്രയോ ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടെ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കബറാളിയോട് തേടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എന്നാൽ ആ കബറിന്റെ ഉള്ളിലുള്ള ആ വലിയന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അവിടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ആളുകൾക്ക് പോലും ആരാണ് ആ കബറിന്റെ ഉള്ളിലുള്ളത് എന്ന് പോലും പറയാൻ കഴിയില്ല. ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഒന്ന് സ്വകാര്യമായി ചോദിക്കുക. നിങ്ങൾ വലിയ കറാമത്തും അതുപോലെ തന്നെ വലിയ പോരിശയും ഒക്കെ പറഞ്ഞ് നിങ്ങൾ പോകുന്ന ആളുകളുമായി കുടുംബസമേതം പോയി പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്ബറയ്ക്കുള്ളിൽ അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ശൈഖിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പേര് പോലും പറയാൻ ആളുകൾക്ക് കഴിയില്ല എന്നാണ്. അങ്ങനെ ഒരാൾ അതിന്റെ അകത്തുണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. അങ്ങനെയുള്ള ചില പച്ചക്കുബ്ബകള് അല്ലെങ്കിൽ പച്ച പുതപ്പുകളൊക്കെ വിരിച്ച ഖബറുകൾ, അതിന് ചില പോരിശകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ അവിടേക്ക് ചെല്ലുകയാണ്, കുടുംബസമേതം യാത്ര പോവുകയാണ്. എന്നിട്ട് റബ്ബിനോട് മാത്രം തേടേണ്ടതിന് പകരം ഈ നുരുമ്പിയ എല്ലുകൾക്ക് മുമ്പിൽ പോയി സുജൂദുകളും റുക്കുകളും നിർവഹിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാരകമായ രോഗം ബാധിച്ച ആളുകൾ അവർ പോവുകയാണ്, രോഗശമനത്തിന് വേണ്ടി ജാരങ്ങൾ കയറി ഇറങ്ങാൻ പോവുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞ പ്രവാചകൻ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകൻ അല്ലാഹു രോഗം നൽകി പരീക്ഷിച്ച ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കൊല്ലങ്ങളോളം രോഗിയായി കിടപ്പിലായി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. 1000-ഓളം തൊഴിലാളികളുള്ള വലിയ മുതലാളിയായിരുന്നു, സമ്പന്നനായിരുന്നു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രവാചകൻ ധാരാളക്കണക്കിന് സ്വതക്കകൾ നൽകുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്നു. ആ പ്രവാചകനെ അള്ളാഹു രോഗം നൽകി പരീക്ഷിക്കുകയാണ്. സമ്പത്ത് ഇങ്ങനെ കുറഞ്ഞു വന്നു. അതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ അകലാൻ തുടങ്ങി. ഭാര്യയല്ലാത്ത ആരും കൂട്ടിനില്ലാത്ത സമയം. പക്ഷേ അത്രയും കാലം, ദീർഘകാലം പരീക്ഷിക്കപ്പെട്ടപ്പോഴും അതിശക്തമായ പരീക്ഷണത്തെ നേരിടേണ്ടി വന്നപ്പോഴും അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് മാത്രമാണ് രോഗശമനത്തിന് വേണ്ടി തേടിയത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്തിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാഥനോട് ദുആ ചെയ്യുകയാണ്. അന്നീ മസ്സനിയൽ ദുർറ്, റബ്ബേ എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. വഅൻത അർഹമുർ റാഹിമീൻ, നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനല്ലയോ. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോടാണ് തേടിയത്. തൊട്ടടുത്ത ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്, പരിപൂർണ ശിഫ നൽകുകയാണ്. ആ പ്രവാചകന് വീണ്ടും അല്ലാഹു സമ്പത്ത് നൽകുകയാണ്, വീണ്ടും സ്വന്തക്കാരെ നൽകുകയാണ്, വീണ്ടും അല്ലാഹു മക്കളെ നൽകുകയാണ്. അല്ലാഹു ആ പ്രവാചകനെ
അനുഗ്രഹങ്ങൾ നൽകി സന്തോഷിപ്പിക്കുകയാണ്. എന്തേ കാരണം? പ്രതീക്ഷ പറ്റാതെ, പ്രതീക്ഷ നിർഭരമായ മനസ്സോടെ റബ്ബിനോട് മാത്രം തേടിയത് കൊണ്ട് ആ പ്രവാചകന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷങ്ങൾ പ്രദാനം ചെയ്യുകയാണ്. ഇതേ നിലപാടാണ് വിശ്വാസികളായി നാം സ്വീകരിക്കേണ്ടത്. നമുക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും. പരീക്ഷണങ്ങൾ നാം ആരും ഒഴിവല്ല. പ്രവാചകന്മാർ പോലും പരീക്ഷണങ്ങൾ ഒഴിവായിട്ടില്ല. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ആണയിട്ട് പറഞ്ഞ യാഥാർത്ഥ്യമാണ്, വലനബിലുവന്നക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, വിശപ്പ് നൽകി, പട്ടിണി നൽകി, ഭയം നൽകി നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ജീവനട്ടം, വിഭവനട്ടം, ധനനട്ടം, ഇവ കൊണ്ടെല്ലാം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പൊ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഉറ്റവരുടെയും ഉടയവരുടെയും മരണങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഭയം നൽകി പരീക്ഷിക്കും. ദാരിദ്ര്യം നൽകി പരീക്ഷിക്കും. രോഗങ്ങൾ നൽകി പരീക്ഷിക്കും. ഇങ്ങനെ എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല തരത്തിലും പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ആരാണോ ക്ഷമിക്കുന്നത് അവർക്കാണ് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എത്ര മാരകമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും റബ്ബിലേക്കല്ലാതെ നമ്മുടെ പ്രാർത്ഥനകൾ ഉയരരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ആഹ്വാനം ചെയ്യുവാനും നമ്മളെ പിഴപ്പിക്കുവാനും സമൂഹത്തിൽ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ധാരാളക്കണക്കിന് ആളുകൾ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എന്തു പറഞ്ഞു എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പഠിപ്പിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ആദർശമായി, അതാണ് നിലപാടായി നമ്മൾ സ്വീകരിക്കേണ്ടത്. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു രംഗം വരാനുണ്ട്. ആ സമയത്ത് റബ്ബ് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ നമുക്ക് കഴിയണം. ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യത്തിന്, ഖബറിൽ വെച്ചുള്ള മലക്കിന്റെ ചോദ്യത്തിന് അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് ആത്മാർത്ഥമായി മറുപടി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ റബ്ബിനെ മാത്രം ആരാധ്യനായി സ്വീകരിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ, അവസാന ശ്വാസം വലിക്കുന്നത് വരെയും അല്ലാഹുവിനോട് മാത്രം തേടിയ ഒരു മനുഷ്യന് മാത്രമേ അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് മറുപടി പറയാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഇന്ന് പലയിടങ്ങളിലും കാണാൻ കഴിയും, ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ്, കല്ലിട്ട് മണ്ണൊക്കെ ഇട്ട് ആ മയ്യത്തിനെ മൂടുന്നതിന് മുമ്പ്, ഖബറടക്കുന്നതിന് മുമ്പ് മയ്യത്തിന്റെ മുഖഭാഗത്ത് ഒരു ശീലയിൽ എഴുതി, ഒരു കോലിൽ തറച്ച് ആ ഖബറിന്റെ ചുമരിൽ കെട്ടിത്തൂക്കി, കലണ്ടർ തൂക്കിയിടുന്നത് പോലെ ഒരു അറബിയിൽ ചില കാര്യങ്ങൾ എഴുതി തൂക്കിയിടുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്താണ് ആ എഴുത്തിലുള്ളത്? എന്താണ് ആ ശീലയിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്? മലക്കുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മലക്കുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങൾ. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? വമൻ നബിയുക, നിന്റെ നബി ആരാണ്? വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? വമാ ഇമാമുക, നിന്റെ ഇമാം ഏതാണ്? ആ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമാണ്. എന്താണ് ഈ സമൂഹത്തെ അവർ ബോധ്യപ്പെടുത്തുന്നത്? എന്താണ് സമൂഹത്തിലേക്ക് അവർ അതിലൂടെ നൽകുന്നത്? ആ മയ്യത്തിന്റെ കണ്ണ് ഏത് ഭാഗത്തേക്കാണോ, മുഖം ഏത് ഭാഗത്തേക്കാണോ ചിരിച്ചു കിടത്തിയിട്ടുള്ളത്, ആ ചുമരിൽ ഒരു ആണിയിലോ അല്ലെങ്കിൽ ഒരു കമ്പിലോ തൂക്കിയിട്ട് ആ ശീലയിൽ ആ 4 ചോദ്യങ്ങളും 4 ഉത്തരങ്ങളും എഴുതി തൂക്കിയിട്ടാൽ ആ മയ്യത്തിനത് ആവശ്യമാകുന്ന സാഹചര്യങ്ങളിൽ നോക്കി ഉത്തരം പറയാൻ കഴിയും എന്നതാണ്. മുഖത്തെഴുത്ത് എന്നാണ് അതിനെ നമ്മുടെ നാടുകളിൽ പറയാറുള്ളത്. വ്യാപകമായി നമ്മുടെ നാടുകളിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ബേജാറോടുകൂടി ആളുകൾ ചോദിക്കാറുണ്ട്, മുഖത്തെഴുത്തിട്ടോ എന്ന്. അഥവാ മയ്യത്തിന് കോപ്പിയടിക്കാനുള്ള സംവിധാനമാണ് ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഫീസുകൾ അവർ ഈടാക്കുകയും ചെയ്യുന്നുണ്ട്. ഫത്തഹും കസ്റും ഒന്നും ഇടാതെ, ഹർക്കത്തിടാതെ ഈ രൂപത്തിൽ ഈ ശീലയിൽ എഴുതി തയ്യാറാക്കിയ ഒരു സാധനം ഖബറിനകത്ത് തൂക്കിയിട്ടാൽ എങ്ങനെയാണ്, ഏത് കണ്ണുകൊണ്ടാണ് ആ മയ്യത്ത് കാണുക, എങ്ങനെയാണ് ആ മയ്യത്തിന് വായിക്കാൻ കഴിയുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ തസ്ബീത്തൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ, മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലഭാഗത്തിരുന്നു കൊണ്ട് ആ മയ്യത്തിന് അറബിയിൽ ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ദയനീയമായ രംഗം നമുക്ക് കാണാൻ കഴിയും. നിന്റെ അടുക്കലേക്ക് ഇതാ ഭീകരന്മാരായ മലക്കുകൾ വരാൻ പോവുകയാണ്. നിന്നെ അവർ പിടിച്ചിരുത്തി ചില ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയുമ്പോൾ നീ ഉത്തരം പറയേണ്ട അല്ലാഹു റബ്ബി മുഹമ്മദു നബി ഇസ്ലാമു ദീനി ഖുർആനു ഇമാമി, ഇതാണ് മറുപടിയായി പറയേണ്ടത് എന്ന് അറബിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ മയ്യത്തിന് കേൾക്കാൻ കഴിയുക? ആരുടെ മണ്ണിലായ ആ മനുഷ്യന് എങ്ങനെയാണ് ഈ ഉസ്താദിന്റെ ഈ ക്ലാസ് കേൾക്കാൻ എങ്ങനെയാണ് കഴിയുക? ആ ഖബറിനകത്ത്, ആ ഇരുട്ടറയിൽ,
ആ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെയാണ് ആ മയ്യത്തിന് വായിക്കാൻ കഴിയുക? അള്ളാഹു നമുക്ക് ബുദ്ധി നൽകിയിട്ടില്ലേ? അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേചന ശക്തിയും അള്ളാഹു നൽകിയിട്ടില്ലേ? പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് സ്വീകരിച്ചാലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, വ്യക്തമായി സമൂഹത്തോട് പറയുന്നത് ആരോടെങ്കിലും ദേഷ്യമുണ്ടായത് കൊണ്ടോ ആരെയെങ്കിലും മോശക്കാരായി ചിത്രീകരിക്കാനോ വേണ്ടിയല്ല. മറിച്ച് ഈ ഒരു ആശയം പറഞ്ഞില്ലെങ്കിൽ, ഈ ഒരു യാഥാർത്ഥ്യം സമൂഹത്തോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാന്റെ കോടതിയിൽ അതിന്റെ പേരിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ആശയത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഞങ്ങൾ അള്ളാന്റെ കോടതിയിൽ കുറ്റക്കാരായി മാറും എന്ന ഭയത്താലാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൃത്യമായി പകർന്നു കൊടുക്കുന്നത്. അള്ളാഹു ചോദിക്കും നാളെ ആഖിറത്തിൽ, നിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, നിന്റെ പരിസരങ്ങളിലുള്ള ആളുകൾ, നിന്റെ പരിചയത്തിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകളും വിശ്വാസങ്ങളും സ്വീകരിച്ചിട്ട് എന്തുകൊണ്ട് അവർക്ക് നീ അത് പകർന്നു കൊടുത്തില്ല എന്ന് നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടാകണം. എന്റെ റബ്ബേ, ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് സുന്ദരമായ ആശയത്തെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി അള്ളാന്റെ കോടതിയിൽ മറുപടി പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തിയേ മതിയാകൂ. പ്രവാചകന്മാർ ലോകത്തോട് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കൈമാറിയത് ആ മഹത്തായ ലക്ഷ്യത്തോടെയാണ്. അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായി ഒരുമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ജൂതനായ മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിറയാർന്ന ചുണ്ടുകളോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമുക്കിടയിൽ ഏറെക്കാലം ജീവിച്ച ഒരു വ്യക്തിയാണ് ഇതാ ആരുടെ മണ്ണിലേക്ക് യാത്രയാകുന്നത്. നാളെ എനിക്ക് നേരെ പരലോകത്ത് വിരൽ ചൂണ്ടി ആ മയ്യത്ത്, ആ മനുഷ്യൻ എനിക്ക് നേരെ വിരൽ ചൂണ്ടി, ഈ നിൽക്കുന്ന മുഹമ്മദ് എനിക്ക് സുന്ദരമായ ദീൻ പകർന്നു തന്നില്ല, തൗഹീദിന്റെ സന്ദേശങ്ങൾ പകർന്നു തന്നില്ല എന്ന് എനിക്ക് നേരെ വിരൽ ചൂണ്ടി അള്ളാന്റെ കോടതിയിൽ പരാതി പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്തിനാ നമ്മൾ തൗഹീദ് പറയുന്നത്? എന്തിനാണ് ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ എന്തിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാന്റെ കോടതിയിൽ നമുക്ക് മറുപടി പറയണം. സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. പക്ഷെ അള്ളാന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ ആശയം, ഈ സന്ദേശം പകർന്നു നൽകിയേ മതിയാകൂ. പ്രവാചകന്മാർ അഖിലവും ഏറ്റവും പ്രാധാന്യത്തോടെയും ഏറ്റവും പ്രഥമമായും സമൂഹത്തോട് പറഞ്ഞു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശമാണ്. ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട ഫലം സ്വർഗലോകത്ത് വെച്ച് കഴിച്ചതിന്റെ പേരിൽ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയക്കപ്പെടുകയാണ്. ആ സമയത്ത് തന്റെ ഭാഗത്ത് വന്ന ദുൽമബോധ്യമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആരോടാണ് തേടിയത് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 7-ാം അധ്യായം സൂറ അഅ്റാഫിന്റെ 23-ാമത്തെ ആയത്തിലൂടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും റബ്ബിനോട് നടത്തിയ ഇസ്തിഗ്ഫാർ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ, റബ്ബേ ഞങ്ങളോട് തന്നെ ദുൽമ ചെയ്തു പോയി. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരുന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ നാളെ പാരത്രികമായ ലോകത്ത് ഞങ്ങൾ നട്ടക്കാരിൽ പെട്ടുപോകും. റബ്ബേ റബ്ബനാ ളലംനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇതാ ദുൽമ ചെയ്തിരിക്കുകയാണ്. റബ്ബിനോട് നേർക്ക് നേരെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി റബ്ബിനോട് തേടിയപ്പോൾ റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, എന്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം സങ്കടങ്ങൾ പറയുന്നത്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും പഠിപ്പിക്കപ്പെട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചേർത്തു വെച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകിൽ അല്ലാഹുമ്മ എന്നായിരിക്കും തുടക്കം, അല്ലാഹുവേ, അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലെങ്കിൽ റബ്ബി എന്റെ രക്ഷിതാവേ. അപ്പൊ പള്ളിയിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? അള്ളാന്റെ വീടാണല്ലോ പള്ളി. ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് വേണ്ടി നീ തുറന്നു തരണമേ. അല്ലാഹുമ്മ അല്ലാഹുമ്മ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തുടക്കത്തിൽ അല്ലാഹുമ്മ എന്നാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അല്ലാഹുമ്മ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടക്കം. അങ്ങനെയാണ്.
ഏത് പ്രാർത്ഥനകൾ പരിശോധിച്ചാലും റബ്ബിനോടല്ലാത്തൊരു പ്രാർത്ഥനയും പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഖുർആനിൽ കാണാൻ കഴിയില്ല. ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടുള്ള നൂറുകണക്കിന് പ്രാർത്ഥനകൾ പരിശോധിച്ചാൽ അല്ലാഹുവല്ലാത്തൊരു തേട്ടവും ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിഗ്രഹങ്ങളോടല്ല തേടേണ്ടത്, ശവകുടീരങ്ങളോടല്ല തേടേണ്ടത്, മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ശൈഖന്മാരോടും ഹോജന്മാരോടും അല്ല തേടേണ്ടത്. മറിച്ച് നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് സകലമാന അനുഗ്രഹങ്ങൾ നൽകി നമ്മെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനോട് മാത്രമാണ് തേടേണ്ടത് എന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനിയോ അല്ലാഹുവല്ലാത്തോട് തേടിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ്, ഒരു ഫലവുമില്ല. രണ്ട് ലോകത്തും ഫലമില്ല, രണ്ട് ലോകത്തും നഷ്ടങ്ങൾ മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. 22-ാം അധ്യായം സൂറ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്തിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ളുരിബ മസലുൻ, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം നാം വിശദീകരിക്കുകയാണ്. ഫസ്തമിഉ ലഹു, ആ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് ഉദാഹരണം? ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും പടക്കാത്തവരാണ്. ഒരു നിസാരമായ പ്രാണിയെപ്പോലും പടക്കാൻ കെൽപ്പില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ് അല്ലാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരെല്ലാം. വലവിജ്തമഉ ലഹു, ഒരു പ്രാണിയെ സൃഷ്ടിക്കാൻ, നിസാരമായ ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവരെല്ലാവരും സംഗമിച്ചാൽ പോലും അതിന് സാധ്യമല്ല എന്നാണ്. വേണ്ട, വഇയസ്ലുബുഹും ദുബാബു ശൈആ, ഒരു പ്രാണി, ഒരു ഈച്ച വന്ന് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പൊടിപടലം തട്ടിക്കൊണ്ടുപോയാൽ ലാ യസ്തൻകിദൂഹു മിൻഹു, ആ പൊടിയെപ്പോലും തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. എന്നിട്ട് അല്ലാഹു ആയത്തിനെ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ളഅഫത്വാലിബു വൽ മത്ലൂബ്, അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും എത്ര ദുർബലനാണ്. അപേക്ഷിക്കുന്നവനും അപേക്ഷിക്കപ്പെടുന്നവനും എത്ര ദുർബലനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, 16-ാം അധ്യായം സൂറത്തു നഹലിന്റെ 19-20 വചനങ്ങളിലൂടെ മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് അവർ ഖബറുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം പോലും അറിയാത്തവരാണവർ, ദുർബലരാണവർ എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്, അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരോട് വിളിച്ചു തേടിയാൽ അവർ കേൾക്കില്ല, അവർ കാണില്ല, അവർ സഹായിക്കില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ വിഗ്രഹങ്ങളാണ്. കല്ലുകൾക്ക് കേൾക്കാൻ കഴിയില്ലല്ലോ, എന്നാൽ ഔലിയാക്കന്മാർക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ മരിച്ചുപോയ മനുഷ്യർക്ക്, മഹാന്മാരായ ആളുകൾക്ക് അവർക്ക് കേൾക്കാൻ കഴിയും, കല്ലിന് കേൾക്കാൻ കഴിയില്ല. അതാണ് അവിടെ ഖുർആൻ പറഞ്ഞത് എന്നാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ ഒന്ന് പരിശോധിക്കേണ്ട ഒരു വചനമാണ് 16-ാം അധ്യായത്തിന്റെ 19-20 ആയത്തുകൾ. അള്ളാഹു ഇങ്ങനെയാണത് പഠിപ്പിക്കുന്നത്, വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആളുകൾ ലാ യഖ്ലുഖൂന ശൈഅൻ, അവർ ഒന്നിനെയും പടക്കാത്തവരാണ്, വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ് നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, അംവാതുൻ, അവർ മരിച്ചുപോയവരാണ്, ഗൈറു അഹ്യാ, ജീവനില്ലാത്തവരാണ്, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, അവിടെ കുഴിമാടങ്ങളിൽ നിന്ന് എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം പോലും അവർക്കറിയില്ല എന്ന്. അപ്പൊ ഈ അവരാരാണ്? പ്രവാചകന്മാർ, അതുപോലെ തന്നെ ഔലിയാക്കന്മാർ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ആരോടെല്ലാം അള്ളാഹുവിന് പുറമെ ആളുകൾ തേടുന്നുണ്ടോ അവരെല്ലാം ഈ പട്ടികയിൽ വന്നു. അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചുപോയവരാണ്, ജീവനില്ലാത്തവരാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന കാര്യം പോലും അറിയാത്തവരാണവർ. ഖബറാളികളെ കുറിച്ചല്ലേ പറഞ്ഞത്? മരിച്ചുപോയ മനുഷ്യരെ കുറിച്ചല്ലേ അള്ളാഹ് പറഞ്ഞത്? വളരെ വ്യക്തമായി കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചിട്ടും സാധുക്കളായ സാധാരണക്കാരായ ജനങ്ങളെ ബോധപൂർവം ശിർക്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ സംഘത്തെ നമുക്ക് കാണാൻ കഴിയും. പ്രതിരോധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. കൃത്യമായി ആ തിന്മക്കെതിരെ കൃത്യമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനല്ലാത്ത മറ്റാർക്കും മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയില്ല. അല്ലാഹു അല്ലാത്ത ആർക്കും ഗൈബ് അറിയാൻ കഴിയില്ല. സൂറ അൻആമിന്റെ 50-ാം വചനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു പറയുകയാണ്, കുൽ, പ്രവാചകരെ താങ്കൾ പറയണം, ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലില്ല എന്ന് പ്രവാചകരെ നിങ്ങൾ ജനങ്ങളോട് പറയണം. പിന്നെ എന്തുകൂടി പറയണം? വലാ അഅലമുൽ ഗൈബ,
എനിക്ക് അദൃശ്യം അറിയില്ല എന്നും ജനങ്ങളോട് പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. എന്താ പ്രവാചകൻ ജനങ്ങളോട് പറയേണ്ടത്? അദൃശ്യത്തിന്റെ താക്കോലുകൾ എന്റെ പക്കലില്ല. പിന്നെയോ വലാ അഅലമുൽ ഗൈബ, എനിക്ക് അദൃശ്യം അറിയില്ല എന്നും പ്രവാചകരെ താങ്കൾ ജനങ്ങളോട് പറയണം എന്നാണ് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൃത്യമായി ആവശ്യപ്പെടുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, എത്രയോ മഹാന്മാരായ ആളുകളെ കുറിച്ച് അവർക്ക് അദൃശ്യജ്ഞാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മുഹ്യിദ്ദീൻ മാലങ്ങനെ ആലപിക്കുമ്പോൾ നമുക്കതിൽ കാണാൻ കഴിയും, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിയുടെ ഉള്ളിൽ ഒരു വസ്തുവിനെ തെളിഞ്ഞു കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശൈഖ് അവറുകൾക്ക് കാണാൻ കഴിയുമെന്നാണ്. തീർന്നില്ല, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടേ പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ശൈഖ് അവറുകൾ പറയുന്നതാണ്. മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. എത്രയോ രാജ്യങ്ങൾക്കപ്പുറത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. പക്ഷെ എങ്കിലും ഈ ചങ്ങലേരിയിലുള്ള, അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള, അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിൽ അവർ മറച്ചു വെച്ച കാര്യങ്ങൾ കുപ്പിയുടെ ഉള്ളിലുള്ള വസ്തുക്കളെ തെളിഞ്ഞു കാണുന്നത് പോലെ ശൈഖ് അവറുകൾക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ പോലും അറിയാൻ കഴിയുമെന്നാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്നത് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ പോലും അള്ളാഹു അറിയുന്നു. ഹൃദയത്തിൽ നാം മറച്ചു വെക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു അറിയുന്നു. അള്ളാഹു അല്ലാത്ത ആർക്കും ഹൃദയത്തിൽ നമ്മൾ ആരോടും പങ്കുവെക്കാത്ത സ്വകാര്യങ്ങളെ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയില്ല. എന്നാൽ ചില ശൈഖന്മാർക്ക്, ചില തങ്ങന്മാർക്ക് അത്തരത്തിലുള്ള കഴിവുകളുണ്ട്, അങ്ങനെയുള്ള കറാമത്തുകളുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കബറാളികളോട് തേടുവാൻ, അവരോട് പ്രാർത്ഥിക്കുവാൻ ആളുകളോട് ആഹ്വാനം ചെയ്യുന്ന ദയനീയമായ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രോഗം മാറാൻ വേണ്ടി ഐക്കല്ലും ഏലസും ഒക്കെ കഴുത്തിലും അരയിലും കൈത്തണ്ടയിലും ഒക്കെ കെട്ടി നടക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ചില മക്ബറകളിൽ നിന്ന്, ചില ജാറങ്ങളിൽ നിന്ന്, ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില ആളുകൾ അത്തരത്തിലുള്ള നൂലുകൾ കൊടുക്കുകയാണ്, ചരടുകൾ കൊടുക്കുകയാണ്, ഏലസുകൾ കൊടുക്കുകയാണ്, ഐക്കല്ലുകൾ കൊടുക്കുകയാണ്. എന്താണ് അവർ പ്രചരിപ്പിക്കുന്നത്? ഇത് കെട്ടിയാൽ നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും, നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതകൾക്ക് പരിഹാരമുണ്ടാകും. ഇങ്ങനെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി നൂലുകളും ഏലസുകളും ഐക്കലുകളും കെട്ടി നടക്കുന്ന, അത് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ അല്ലക തമീമ ഫഖദ് കഫറ ഔ അശ്റക. ആരെങ്കിലും ഐക്കല്ല് കെട്ടിയാൽ, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ സത്യനിഷേധിയായി, അല്ലെങ്കിൽ അവൻ ബഹുദൈവാരാധകനായി എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ആളുകൾ എന്തെങ്കിലും ആരോപണ വിധേയനായി കഴിഞ്ഞാൽ അവര് സത്യം ചെയ്തു പറയാറുള്ളത് ബദരീങ്ങളാണ് സത്യം, മുഹീദ്ദീൻ ശൈഖാണ് സത്യം, മമ്പുറം തങ്ങളാണ് സത്യം. ഇങ്ങനെ അല്ലാഹുവല്ലാത്ത പലരെ കൊണ്ടും സത്യം ചെയ്യുന്ന രംഗം നമുക്ക് പലയിടങ്ങളിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരാള് ഞാൻ മോഷണം നടത്തിയിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല, എന്നാ അള്ളാഹുവാണ് സത്യം എന്ന് പറയാം, അള്ളാഹുവാണ് സത്യം എന്ന് പറയും. എന്നാൽ മമ്പുറത്തേക്ക് വരാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണത് ചെയ്തത് എന്ന് പറയും. അള്ളാനെ വെച്ചുകൊണ്ട് സത്യം ചെയ്ത് കള്ളം പറയാൻ മടി കാണിക്കാത്ത ആളുകൾ ഈ ജാറങ്ങളിലും മക്കുബറകളിലും അന്ത്യവിശ്രമം കൊണ്ടിരിക്കുന്ന ശൈഖന്മാരുടെ അടുക്കൽ പോയി ഞാൻ മമ്പുറം തങ്ങളാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ആളുകൾക്ക് ധൈര്യമില്ലായിരുന്നു. അള്ളാഹുവിനേക്കാൾ അവർ ഭയപ്പെട്ടിരുന്നത് കബറാളികളെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ശിർക്കൻ വിശ്വാസാചാരങ്ങൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ ആളുകളെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തുവാൻ അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുത്തൻവാദികളാണെന്നും അവരോട് സലാം പറയാൻ പാടില്ല എന്നും അവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നുമൊക്കെ എല്ലാ അർത്ഥത്തിലും അവർക്കെതിരെയുള്ള നിലപാടുകൾ അവർ പരസ്യമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ നെഞ്ചേറ്റിയ നമ്മൾ ഈ സമൂഹത്തിന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആരെയും വെറുക്കരുത്. സ്നേഹത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അവരിലേക്ക് രക്ഷയുടെ മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ത്വായിഫുകാരായ ആളുകൾക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പകർന്നു കൊടുക്കുകയാണ്. ത്വായിഫുകാരായ ആളുകൾ പ്രവാചകനെ കല്ലെറിഞ്ഞു. അവർക്ക് സ്വർഗ വഴിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. പ്രവാചകന്റെ തിരുശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിലിരുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഹ്ദിലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ആ ജനതക്ക് നീ നേർവഴി കാണിച്ചു കൊടുക്കണമേ അല്ലാ. അവർ അറിവില്ലാത്ത ജനതയാണ്. അവർക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ രക്ഷയുടെ വഴി അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുക അല്ലാ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി പിഴച്ച വാദവുമായി ശിർക്കൻ വിശ്വാസാചാരങ്ങളുമായി നടന്നു നീങ്ങുന്ന സാധുക്കളായ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമസ്കാരാനന്തരവും സ്വതന്ത്രമായ സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുമ്മ ഹ്ദിലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ തൗഹീദിന്റെ വെളിച്ചം കിട്ടാത്ത ആളുകൾക്ക് അല്ലാഹുവേ നീ ഹിദായത്തിന് വെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം നിരന്തരമായി തൗഹീദിന്റെ സന്ദേശങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നിരന്തരമായി നമ്മൾ നിർവഹിക്കുകയും വേണം. അള്ളാന്റെ കോടതിയിൽ മറുപടി പറയാൻ എങ്കിലേ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. റബ്ബേ, ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സുന്ദരമായ ആശയത്തെ റബ്ബേ നീ മുന്നോട്ട് വെച്ച മനോഹരമായ സന്ദേശത്തെ ഞങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് റബ്ബിന്റെ കോടതിയിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദഅവാ പ്രവർത്തനങ്ങൾ നിർവഹിച്ചാൽ മാത്രമേ നാളെ ആഖിറത്തിൽ അള്ളാന്റെ കോടതിയിൽ വിജയിക്കാൻ സാധ്യമായി തീരുകയുള്ളൂ. സൂറ ആലു ഇമ്രാനിന്റെ 104-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വൽതകും മിൻകും ഉമ്മത്തു യദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് വിളിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉത്തമ സമൂഹം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ. വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. ഈ ദൗത്യം നിർവഹിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇവരാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളായ ആളുകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് നാം പ്രമാണങ്ങൾ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി ആ ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിതത്തെ ധന്യമാക്കുന്നതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത, അടുത്തറിയാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകളിലേക്ക് സുന്ദരമായ ഖുർആനിന്റെ സന്ദേശങ്ങളെ പകർന്നു നൽകുവാനും അവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അത്തരത്തിലുള്ള മുഴുവൻ ശ്രമങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ സുന്ദരമായ ദിൻ ഇസ്ലാം പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമം ഒരു വലിയ സൽക്കർമ്മമായി ഞങ്ങൾ നിന്നും സ്വീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ സുന്ദരമായ ദീൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആശയത്തെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളക്കണക്കിന് ആളുകൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ നിരപരാധികളായ ആളുകൾ തടവറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും ഈമാനികമായ ക്ഷമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, വിശ്വാസികളെയും ഇസ്ലാമിനെയും തകർക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് ക്രൂരത കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരന്മാരായ ആളുകളെ എല്ലാ അർത്ഥത്തിലും നീ അശക്തരാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെടുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി സ്വർഗലോകത്തേക്ക് മരണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകളിൽ നിന്നും സ്വർഗലോകത്തേക്കുള്ള സന്തോഷകരമായ വിളിയാളം കേട്ടുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.